ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു മോഡൽ മാക്സിനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച മാക്സിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മളിവിടെ 2.25 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ ആണ് നെക്കിന് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3/4 ഇഞ്ച് ലെസ് ചെയ്തിട്ട് 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വിഡ്ത്തുള്ള നെക്കാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് 5.25 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ലെങ്ത്തുള്ളൊരു നെക്കാണ് നമുക്കിവിടെ കിട്ടുക. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സ് നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരച്ചെടുക്കുക. അപ്പോൾ 2.25 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ലെങ്ത്തുമുള്ള നെക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ഇഞ്ച് ലെങ്ത്തുള്ളൊരു നെക്കാണ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമ്മളിപ്പോൾ വരച്ചെടുത്ത നെക്കിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ വരച്ചെടുത്ത ആ നെക്കിൻ്റെ ചുറ്റിലും ഇതേപോലെ 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതാണ് നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ക്യാൻവാസിൻ്റെ ഒരു കട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫാബ്രിക്കിൻ്റെ ബാക്കിൽ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്തിട്ട് ശേഷം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നെക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഉൾവശം നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു പീസാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മളിവിടെ നെക്കിൻ്റെ ഉൾവശം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം നെക്കിൻ്റെ നല്ല വശമായിട്ട് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ മേൽവശം ഒന്ന് ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ക്രോസ് പീസിൻ്റെ അരികുവശം 2ആയിട്ട് ഇതേപോലെ ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ മാക്സി നെക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പൈപ്പിംഗ് പോലെ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ 2 സൈഡും ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടിലും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നൈറ്റിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ചിന് കുടുങ്ങാതെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസും ഇതിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നെക്ക് നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇത് ഒരുമിച്ച് വെക്കേണ്ടത് കേട്ടോ. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മാക്സിയുടെ ഉൾവശത്തേക്ക് നീക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, അത് നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാക്സിയായിട്ട് നെക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡറുമായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നെക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത് ഉള്ളൊരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ നെക്കിൻ്റെ ഉൾവശത്തേക്ക് ഈ ഒരു പീസിനെ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ അരികുവശത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് തൊട്ടിട്ട് ഈ ഒരു ഭാഗം വരെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിവിടെ ഒരു ദോരി സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.